സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും കൊടുക്കാൻ ഓർഡർ ഉണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വിനാഗിരി. വലിയ പണിയൊന്നുമില്ല, എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുക. എല്ലാ പൊടികളും ഒന്നിച്ചിട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കോൺഫ്ലവർ, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് ശരിക്കൊന്ന് ഇത് പെരക്കിയെടുക്കണം. വെള്ളം ഒഴിക്കണ്ട, വിനാഗിരി ഒഴിച്ചിട്ട് തന്നെ പെരക്കിയെടുക്കാൻ നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറ്, ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. എല്ലാം തേച്ചെല്ലാം ഫ്രഷായി വെച്ച് എണ്ണ ചൂടായി വരുമ്പം ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിടുമ്പം കാണിക്കാൻ വിട്ടുപോയി. ഇങ്ങനെ ശരിക്കും ഇളക്കി കൊടുക്കുക. എല്ലാം ഇങ്ങനെ കോരിയെടുക്കുക. രണ്ടാമത്തെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇപ്പോൾ ചിക്കനെല്ലാം വറുത്ത് കോരിയെടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തണിയുമ്പോൾ കുറച്ച് ഇത് പോവും, എന്നാലും നല്ല ടേസ്റ്റോടെ നെയ്ച്ചോറിനോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി നെയ്ച്ചോറുണ്ടാക്കാം. നെയ്ച്ചോറുണ്ടാക്കാൻ ഈ ഒരു പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം മതി. തനിമ അരി എടുക്കണം. അപ്പോൾ ഇത് ഒരു പാത്രം 1.25 പാത്രം അരി ഉണ്ടായിനി. അപ്പം ഈ പാത്രത്തിന് 1.5 പാത്രം വെള്ളം എടുക്കണം. അപ്പോൾ ഇതാ ഒരു പാത്രം ഒഴിച്ചു കൊടുത്ത് അത് അരപ്പാത്രം കൂടെ ഒഴിക്കുന്നു. ഇത് ഉള്ളിയൊന്നും വരിക്കൊന്നും വേണ്ട. എന്നിട്ട് അങ്ങനെ മുടി വെച്ച് കൊടുക്കുക. ഇതൊരു ക്യാരറ്റ് എരിഞ്ഞതാണ്. അപ്പോൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിൻ്റെ ഒരു ഓയിലും ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് പട്ട, ഗ്രാമ്പൂ ഇത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എത്ര സ്പൂൺ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കിലോ അരിക്ക് 200 ഗ്രാം ഓയിലും ഒരു 250 kg നെയ്യും വേണം. നമ്മൾ വെള്ളമെല്ലാം തിളച്ചിട്ടാകുമ്പോൾ അരി ഇട്ട് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാ ചോറ് പുക കൊണ്ട് ക്യാമറ എല്ലാം ഇതായിപ്പോന്നു. ചെറിയ തീയാക്കി വെക്കണം. അത് മറന്നത് ബ്രെഡ് പോക്കറ്റും ബട്ടൂര് പോക്കറ്റും എല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പം നെയ്ച്ചോറിൻ്റെ ഇതിരുന്നത് എനിക്ക് മറന്നുപോയി, അരി ഇരുന്ന് കാണിക്കാൻ. വെള്ളമെല്ലാം ഫുള്ള് വറ്റി. അതിന് 6 kg ഇട്ട് കൊടുക്കുക. ഇത് കട്ടയായതുകൊണ്ട് ഇളകി വരാൻ കുറച്ച് താമസിക്കും. അപ്പം ഇത് ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കാം. അപ്പം നമ്മളെ നെയ്ച്ചോറിടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് ഉള്ളി ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് ഇട്ടാൽ മതി. അത് ഓയിലായാലും സാരമില്ല, 6 kg പ്രശ്നമില്ല. അങ്ങനെ വറുത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ നെയ്ച്ചോറ് കൊണ്ടുപോകുന്ന റെഡിയായി. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉള്ളിയും മുന്തിരി ഇതെല്ലാം കൂടിയിട്ട് വറുത്തിട്ടിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രെഡ് പോക്കറ്റ്, ബട്ടൂരി പോക്കറ്റ്, ബ്രെഡ് പോക്കറ്റ് ഇതിൻ്റെ അടിയിലുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടുപോയി. അപ്പം നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത് എല്ലാം റെഡിയായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഡെയിലി സെയിൽ ചെയ്യുന്ന സാധനം ഇതെല്ലാം.